गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। हरि हरि सुमिरन हरि हरि भजो। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 18, 2024. ഒരു ഭക്തന് എങ്ങനെ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും? ഭാഗവതത്തിൽ നിന്നുള്ള അവിടുത്തെ ലീലയെ ഉദാഹരിച്ചുകൊണ്ട് ഭഗവാൻ വിശദീകരിക്കുകയാണ്. പ്രേമസ്വരൂപൻ ഗോപികമാരുടെ ഗൃഹങ്ങളിൽ ഒളിച്ചു കിടക്കുകയും തൈരും പാലും നിറച്ചുവെച്ച കുടങ്ങൾ ഉടയ്ക്കുകയും ചെയ്യുന്നത് കൃഷ്ണന്റെ ലീലയായിരുന്നു. കൃഷ്ണന്റെ വികൃതികളിൽ അസ്വസ്ഥരായ ഗോപികമാർ കൃഷ്ണനെ കയ്യോടെ പിടികൂടാൻ തീരുമാനിച്ചു. കൃഷ്ണൻ തന്ത്രശാലിയായ ഒരു കള്ളനായിരുന്നു. അതിനാൽ കൃഷ്ണനെ പിടികൂടാൻ സാധിക്കണമെങ്കിൽ അവിടുത്തോട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഒരു ഗോപിക അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഗോപികമാർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കൃഷ്ണ, അവിടുത്തെ പിടികൂടാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അങ്ങ് അണുവിനേക്കാൾ അണുവും ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ബൃഹത്തുമാണ്. എല്ലാ സൃഷ്ടികളിലും അവിടുന്ന് കുടികൊള്ളുന്നു. അവിടുത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഈ പ്രാർത്ഥനയുടെ ഫലമായി കൃഷ്ണനെ പിടികൂടാനുള്ള ഒരു മാർഗം ഗോപികമാർക്ക് വെളിപ്പെട്ടു. കൃഷ്ണൻ പാൽക്കുടത്തിൽ നിന്നും പാലെടുത്ത് കാൽ കഴുകിയതിനു ശേഷം പുറത്തേക്കോടി. ആ കാലടിപ്പാടുകൾ പിന്തുടർന്ന ഗോപികമാർക്ക് അവിടുത്തെ പിടിക്കാൻ സാധിച്ചു. പ്രഭുവിന്റെ പാദങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ ഭക്തർക്ക് അവിടുത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഭാഗവതം പഠിപ്പിക്കുന്ന പാഠമിതാണ്: ആത്മീയ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണം നിങ്ങളെ തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്നു എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. 1992 മെയ് 27 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്ക് വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.